നോക്കട്ടെ എങ്ങനെയുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഒരു രാവിലെ തുടങ്ങുന്നത് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണല്ലേ. ഞാനിതാ തലേ ദിവസം തന്നെ പച്ചരിയും ഉഴുന്നൊക്കെ കുതിർക്കാനിട്ടിട്ട് അരച്ച് വെച്ചതാണ്. ഡെയിലി ഇവിടെ മാവ് സ്റ്റോക്കായിരിക്കും കേട്ടോ. ഒന്നരാട് അല്ലെങ്കിൽ 2 ദിവസം കൂടുന്നവരും മാവ് അരയ്ക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്ക്. അതായത് നമ്മുടെ സനു സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ. ഇപ്പോൾ രാവിലെ നമ്മൾ പലഹാരം ഉണ്ടാക്കി ചിലപ്പോൾ വൈകുന്നേരം ചോറ് അങ്ങനെ എന്തെങ്കിലും കുറവായി കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലോ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കട്ടെ. നമുക്കങ്ങനെ വൈകുന്നേരം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടല്ല കേട്ടോ മാവ് അരച്ച് വയ്ക്കാറ്. ഇങ്ങനെ 2, 3, 4 ദിവസത്തേക്കൊക്കെ കൂടിയിട്ടുള്ളതാണ് മാവ് അരച്ച് വയ്ക്കാറ്. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞൊരു അബദ്ധം പറ്റി. ഏറ്റവും കൂടുതൽ അളവിൽ ഞാൻ പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നത്തേക്കാളും കൂടുതൽ അരിയാണ് കേട്ടോ ഇപ്രാവശ്യം ഇട്ടത്. എന്നും ഞാനൊരു 3 നാഴി പച്ചരിയൊക്കെയാണ് ഇടാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു 4-4.5 നാഴിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് അത്രയാണ് കേട്ടോ പച്ചരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങോട്ട് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ട് അത്ര ക്വാണ്ടിറ്റിയിൽ ഇട്ടതാണ്. ഇത്രയും മാവ് അരച്ചിട്ട് സങ്കടം വന്നൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ആ മാവ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ ഒരു മാവിനുണ്ടായ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയണില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ പച്ചരിയുടെ അളവ് കൂടിയിട്ടോ കുറഞ്ഞിട്ടോ, അതുപോലെ ഉഴുന്നിൻ്റെ പ്രശ്നമാണോ അതോ അതിൽ കൂട്ടി അരിയുടെ ചോറിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്കിപ്പോൾ ദോശ ഉണ്ടാക്കിയാലും അതെ, അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയാലും അതെ, ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് സെറ്റാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം മാവ് ഇപ്പം ഇങ്ങനെ നാശമായി അതിലിപ്പോൾ സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? അതിനുള്ള മെയിൻ കാരണം ഒന്ന് മാത്രമാണ്. ഏട്ടെന്താ രാവിലെ നേരത്തെ വർക്കിന് പോണ സമയത്ത് ഞാനിതാ ദോശയാണ് ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ദോശ അങ്ങനെ വല്ലാണ്ട് എടുത്താൽ കിട്ടുന്നുണ്ടായിരുന്നു. ഏട്ടനാണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു, ഇറങ്ങാൻ നിൽക്കുന്ന ടൈമായിരുന്നു. എന്നിട്ട് ഞാൻ പിടിച്ചിരുത്തി ഒരു അരമണിക്കൂറോളം, ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇരുത്തി. ഇപ്പം ആവും എന്ന് പറഞ്ഞിട്ട്. സമയം നല്ല നേരം വൈകിട്ടായിരുന്നു. അപ്പോൾ ദോശ നോക്കിയൊക്കെ ദോശ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഇഡ്ഡലി ഉണ്ടാക്കുക. അതും പറഞ്ഞിട്ട് 5 മിനിറ്റും കൂടി ഏട്ടനെ പിടിച്ചിരുത്തി. പക്ഷേ എന്നാൽ പോലും 5 മിനിറ്റ് 10 മിനിറ്റ് ഏട്ടനെ ഇരുന്നിട്ടും ആ ഇഡ്ഡലി ശരിയാവുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഏട്ടൻ എന്താ പറയുക, ഭക്ഷണം രാവിലത്തെ കഴിക്കാണ്ട് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ മാവ് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ആ സമയത്ത് തലേ ദിവസം അരി അരയ്ക്കുമ്പോൾ ചോറ് മട്ടരി ആയിരുന്നു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ആ മട്ടരിച്ചോറ് ഇട്ട കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം. അതായത് ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം, ഇന്ന് ഞാൻ ദോശയ്ക്ക് അടിപൊളിയായിട്ട് എനിക്ക് ദോശ എടുത്താൽ കിട്ടിയിട്ട് അത് ഞാൻ സാധാരണ വെള്ള അരിയുടെ ചോറാണ് അതിൽ കൂട്ടിയിട്ട് അരച്ചിട്ടുണ്ടാകുന്ന കണ്ടില്ല, നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടി. അപ്പോൾ ചിലപ്പോൾ തലേ ദിവസം ഞാൻ മട്ടരിയുടെ ആ ചോറ് ഇട്ട കാരണമായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇഡ്ഡലി ആയാലും ദോശ ആയാലും എടുത്താൽ കിട്ടാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ആദ്യമാണിതിപ്പോൾ. എന്താ പറയുക, അതും എത്ര ക്വാണ്ടിറ്റിയിലാണ് ഞാൻ അരി അരച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് അത് അത്രയും പോയപ്പോഴാണ് കേട്ടോ ഭയങ്കര സങ്കടമായത്. ഒന്നല്ലെങ്കിൽ ദോശ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഇഡ്ഡലിയെങ്കിലും ഉണ്ടാക്കി കഴിക്കായിരുന്നു. അത്രയും ഉഴുന്ന് പോയില്ലേ, ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അന്നത്തോട് ഞാൻ വിചാരിച്ചു മാവ് അരയ്ക്കണ ആ ഒരു പരിപാടി നിർത്തിയാണ്. പിന്നെ പിറ്റേ ദിവസം ഒന്നും കൂടി ട്രൈ ചെയ്തപ്പോൾ അത് സെറ്റായപ്പോൾ സമാധാനമായിട്ടോ. ആ ഒരു മാവ് ഒന്നിനും പറ്റാണ്ട് അത് അവസാനം കളയുകയാണ് കേട്ടോ ചെയ്തത്. അത്യാവശ്യം തോനെ മാവുണ്ടായിരുന്നു. ആരും കാണാണ്ട് കേട്ടോ ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ അത് കണ്ടു ഉറപ്പായിട്ടും പറയും ഒന്നിനും വിലയില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ടോ? എന്താ ചെയ്യുക, ഞാനത് അറിഞ്ഞിട്ടല്ലല്ലോ മാവ് ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടല്ലേ ഞാനത് അരച്ചത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ മട്ടരിച്ചോറ് ഇട്ട് അരച്ച ഈ ഒരു പരുവത്തിലാവും കിട്ടില്ല എന്ന് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് കേട്ടോ ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ ഞാൻ റാക്കിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഉള്ളിക്കോട്ട. അതിൽ പണ്ടൊക്കെ ഉള്ളിയൊക്കെ ഒരുപാട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉപയോഗിക്കേണ്ട റാക്കിൻ്റെ മുകളിൽ അങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നു. ഇത് അച്ഛൻ മലയ്ക്ക് പോകാൻ നോൽമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ വൃത്തിയാക്കണതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റാക്കിൻ്റെ മുകളിൽ ഈ ഒരു ഉള്ളിക്കോട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തൊന്ന് നന്നായിട്ട് കഴുകി വർക്ക് കഴിഞ്ഞിട്ട് ചേലക്കരയിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ കടയുടെ മുന്നിലെത്തിയ ഏട്ടനൊരു പ്രത്യേകത, ഡെയിലി സിപ്പപ്പ് വേണം. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറേ നാളായിട്ട് ഈ കടയുടെ മുന്നിലെത്തിയ ഏട്ടനൊരു പ്രത്യേക പ്രാന്താണ്, സിപ്പപ്പ് പ്രാന്ത് എന്ന് തന്നെ പറയാം. ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇന്ന് രാവിലെ ആ വഴി കൂടെ പോവുകയാണെന്ന് വെച്ചാൽ വൈകുന്നേരം വരികയാണെന്ന് വെച്ചാൽ ഏട്ടൻ എപ്പോഴും സിപ്പപ്പ് വാങ്ങും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിള്ളേരാരും ഉണ്ടായിരുന്നില്ല കേട്ടോ കൂടെ. അവർക്ക് ഇടയ്ക്ക് എപ്പോഴേലൊക്കെ സിപ്പപ്പ് വാങ്ങി കൊടുക്കാറുണ്ട്. ഡെയിലി വാങ്ങിക്കൊടുത്താൽ നമുക്ക് പണി കിട്ടുമെന്ന് അറിയാവുന്നത് കാരണം അവർക്ക് അങ്ങനെ അധികം വാങ്ങി കൊടുക്കാറില്ല കേട്ടോ. എപ്പോഴേലൊക്കെ ഒരു നേരമൊക്കെ അങ്ങനെ വാങ്ങി കൊടുക്കാറുണ്ട്. ഒരെണ്ണത് നമ്മുടെ കുഞ്ഞാറ്റി സനും പങ്കുവെച്ചെടുക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. തണുപ്പുള്ളത് വാങ്ങി കൊടുക്കാൻ പാടില്ല എന്ന് അറിഞ്ഞാൽ നമുക്കത് അവർ ചോദിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ കഴിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതിരുന്നത് എനിക്കൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, വായിലൊരു നുള്ളു പകുതിയെങ്കിലും ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങളിതാ സിപ്പപ്പ് കുടിച്ച് വരുമ്പോൾ ഞങ്ങളെ ആ വഴി കൂടെ വരുന്ന ചിലരൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്താ ചെറിയ കുട്ടികൾ, നമുക്കങ്ങനെ പ്രായപരിധിയില്ല. നമുക്ക് എന്താണോ ഇഷ്ടമുള്ള വെച്ചാൽ നമുക്കത് കഴിക്കാം. അല്ലാണ്ട് ചെറിയ കുട്ടികൾക്ക് മാത്രമാണോ സിപ്പപ്പ് കഴിക്കാൻ പാടുള്ളൂ? നിങ്ങളൊന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ എന്ത് കാണുന്നു, അവരെന്ത് പറയണമെന്നൊന്നും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾക്ക് എന്താണോ ഇഷ്ടം, നമ്മളെന്താണോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് മാത്രം നമ്മൾ ജീവിക്കുക. ഈ ഒരു മീൻ വാങ്ങിയ വീഡിയോ ഞാനൊരു 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അതായത് ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഓർത്ത് നമ്മൾ അച്ഛൻ മലയ്ക്ക് പോകുന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആകെ മൊത്തം ക്ലീനിങ് ആണ്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മീൻ എന്താ കറി വെച്ചേന്ന്. ഞാൻ ഈ ഒരു മീൻ കറിയുടെ വീഡിയോ ഇതിൻ്റെ ഇടയിൽ കൂടെ ചേർത്തു എന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ മലയ്ക്ക് പോകാൻ നോൽമ്പെടുക്കണ കാരണം അതിൻ്റെ ഇടയിൽ കൂടെ എന്താ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഇപ്പം മീൻ വാങ്ങിച്ചിട്ട്. അപ്പം വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് മലയ്ക്ക് പോകാനും നമ്മൾ അതിൻ്റെ എന്താ പറയുക ക്ലീൻ ചെയ്യലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ എന്തായാലും മീനൊക്കെ വാങ്ങിച്ചൊക്കെ നിർത്താമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചേർത്തതാണ്. മീൻ കറി വയ്ക്കുമ്പോൾ എനിക്ക് എപ്പോഴും തേങ്ങ അരച്ച് ഒഴിക്കുന്നതാണ് ഇഷ്ടമുള്ളത്. നമ്മുടെ ഇവിടെ ഒട്ടുമിക്ക പേരും പറയുന്നത് കേൾക്കുന്നുണ്ട് ഇങ്ങനെ തേങ്ങ അരയ്ക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക പുളി പോലെ വെച്ചാൽ നന്നായിരിക്കും, വെറുതെ മീൻ വറ്റിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയൊക്കെ നന്നായിരിക്കും. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടമില്ല. ഇങ്ങനെ എപ്പോഴും ഇന്ന് മീൻ കറി വയ്ക്കണം അന്നൊക്കെ തേങ്ങ അരച്ച് ഒഴിക്കണം, അതാണ് എൻ്റെ ഫേവറേറ്റ്. അതുപോലെ തന്നെ മീൻ കറി വെക്കുമ്പോഴൊക്കെ വിചാരിക്കും നല്ല ബ്രൗൺ കളർ അല്ലെങ്കിൽ റെഡ് കളറായിട്ട് വയ്ക്കണമെന്ന്. പക്ഷേ എപ്പോൾ വെച്ച് വരുമ്പോൾ എന്താ മഞ്ഞ കളറാവുന്നതെന്ന് എനിക്കറിയുന്നില്ല. അവിടെ വീട്ടിലേക്ക് അമ്മയൊക്കെ വെച്ച് നല്ല റെഡ് കളറാണ് ആവാറില്ല. അപ്പോൾ അമ്മ പറയും നല്ല മല്ലിപ്പൊടി നന്നായിട്ട് ചുവന്ന കളറാവുന്നത് വരെ വഴറ്റിയെടുത്താൽ പറ്റും. പക്ഷെ ഇങ്ങനെ വഴറ്റിയാലും ഞാൻ വെക്കുമ്പോൾ ഈ ഒരു കളറേ വരുന്നുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണില്ല കേട്ടോ. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ മീൻ കറി വെക്കുക? അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെക്കുക എന്നുള്ളതൊന്ന് പറയണേ. ഞാനത് അവസാനം കറിവേപ്പിലയും ചെറുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ചുവന്ന കളറാവുന്നത് വരെ നല്ല പോലെ വഴറ്റിയിട്ടാണ് ഞാൻ അവസാനം ഇതിലേക്ക് കൊട്ടിയത്. ഈ ഒരു ഉള്ളി വറുത്തിട്ട ചട്ടിയിലേക്ക് നമ്മുടെ ഈ കൂട്ടാനിന്ന് കുറച്ച് അതിലേക്ക് തന്നെ പാർന്നിട്ട് തിരിച്ചൊഴിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ എന്താ പറയുക കൂട്ടാൻ ഇളക്കുന്ന കാരണമാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. മീൻ കറി വെച്ച അന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ മുട്ട ഓംപ്ലേറ്റും. നമ്മുടെ ഗാലറിയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോറേജ് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 2-3 ദിവസത്തെ വീഡിയോസൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ദേ ഇന്നത്തെ ഉഗ്രൻ അടിപൊളി എനിക്കിഷ്ടപ്പെട്ട ഫേവറേറ്റ് എൻ്റെ റെസിപ്പിയാണ് കേട്ടോ തേങ്ങ ചമ്മന്തി. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കി തന്നൊരു റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം ഞാൻ എപ്പോൾ തേങ്ങ ബാക്കിയുണ്ടോ അന്നൊക്കെ ഞാനിത് ഇങ്ങനെ തേങ്ങ ചമ്മന്തിയാണ് അരയ്ക്കാറുള്ളത്. ഈ ഒരു ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു പാത്രം ചോറ് വയറ് നിറച്ച് കഴിക്കാം. ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ബാക്കി വെച്ച് ഞാൻ പിറ്റേ ദിവസം വരെ കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഇതിൻ്റെ റെസിപ്പിന്ന് നോക്കിയാലോ. ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഉള്ളിയാണ് കേട്ടോ. ഇതിലേക്ക് ശരിക്കും ചേർക്കുക ചെറുള്ളിയാണ്. ഞാനിവിടെ ചെറുള്ളി ഇല്ലാത്ത കാരണം ഒരു കുഞ്ഞൊരു കഷ്ണം സബോളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചമ്മന്തിയിൽ മെയിനായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഈ ഒരു കുരുമുളകിൻ്റെ ഉണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതൽ വേണ്ട, കാരൊക്കെ കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതാ കുഞ്ഞൊരു കഷ്ണം പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അവസാനം ഞാനിതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ നേരം അത് ഓണാക്കാൻ മറന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഭാഗം അത് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജീരകം ഞാൻ കുറച്ച് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെള്ളത്തോട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം.
അവസാനം ഞാൻ ഈ ചമ്മന്തിയിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചമ്മന്തി ആയാലും കൂട്ടാനായാലും നമ്മൾ വറുത്തിടുമ്പോഴും അതുപോലെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണല്ലേ, നമുക്ക് ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നും. ഞാനിതേ മിക്സിയുടെ ജാറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലത്തെ കളയാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ലാസ്റ്റ് വരുന്ന കണ്ടു നോക്കട്ടെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. നോക്കട്ടെ എങ്ങനെയുണ്ട്. ഏട്ടും പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ആദ്യം ഞാൻ ഒരു തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ആദ്യത്തെ കൊടുത്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, രണ്ടാമതായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗമായിരുന്നു കേട്ടോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. പുതിയ വീഡിയോ ആയിട്ട് വരും. ബൈ.